ഫിഫ വേൾഡ് കപ്പിന്റെ ആവശ്യത്തിലേക്ക് ഇതാ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊന്ന് ഖത്തർ വേൾഡ് കപ്പിന്റെ ഓർമ്മകളിലേക്ക് പോകാം അല്ലേ? അപ്പോൾ ഖത്തറിലേക്കല്ല പോകുന്നത്, പക്ഷേ അപ്പോൾ ഖത്തർ ലോകകപ്പിൽ വോളണ്ടിയർ ആയിരുന്ന മലപ്പുറം തിരൂർ സ്വദേശി അബ്ദുൾ റൌഫ് ആ ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുകയാണ്. ആ ഓർമ്മകൾക്ക് ഒരു പേരൊക്കെ ഉണ്ട്. ദ മെമ്മറി നെസ്റ്റ് എന്നാണ് ഒരു മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട് അബ്ദുൾ റൌഫ്. മ്യൂസിയത്തിലേക്കും റൌഫിന്റെ വർത്താനത്തിലേക്കും. ഇത് അൽബേത്ത്, ഖത്തറിലെ അൽബേത്ത് അല്ല, തിരൂരിലെ അൽബേത്ത്. ഇവിടെ ഫുട്ബോൾ കളിക്കാനാവില്ലെങ്കിലും അൽബേത്ത് ഗ്രൗണ്ടിലേതുൾപ്പെടെ ഖത്തർ വേൾഡ് കപ്പിലെ 20ഓളം മത്സരങ്ങളുടെ ഓർമ്മകളുണ്ട്. തൻ്റെ വീടാണ് അബ്ദുൾ റൌഫ് മ്യൂസിയമാക്കിയിരിക്കുന്നത്. വളണ്ടിയർ സേവനത്തിനിടെ ലഭിച്ച സമ്മാനങ്ങളും സ്വന്തമായി എടുത്ത ഫോട്ടോകളും പതാകകളും മത്സരങ്ങൾ നടന്ന ഗ്രൗണ്ടുകളുടെ ചെറുരൂപങ്ങളുമൊക്കെ റൌഫിന് അഭിമാനമുള്ള ഓർമ്മകൾ. ഗ്രൗണ്ടിലിറങ്ങാനും കളി കാണാനെത്തിയ VVIPകളെ സ്വീകരിക്കാനുമെല്ലാം റൌഫിന് ഭാഗ്യം ലഭിച്ചു. ഞാൻ VVIP ലോഞ്ചിൽ വളണ്ടിയർ ആയിരുന്നു. പിന്നെ കളി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫ്ലാഗ് പിടിച്ച് നിൽക്കുന്ന ഒരു പരിപാടി ഗ്രൗണ്ടിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ നിന്നിട്ടുണ്ട്. ഖത്തർ വേൾഡ് കപ്പ് മലയാളികളുടെ സാന്നിധ്യം വളരെ കൂടുതലുണ്ടായിരുന്നു. ഫിഫയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുണ്ടായിരുന്ന ഖത്തർ വേൾഡ് കപ്പ്. അപ്പോൾ അതിൻ്റെ ഓർമ്മക്ക് കൂടി ഇങ്ങനെ ഒരു തോന്നൽ വന്നതാണ്. ഫിഫ വോളണ്ടിയർമാരിൽ അത്യപൂർവം പേർക്കു മാത്രം ലഭിക്കുന്ന റോൾ ഓഫറായ VVIP ലോഞ്ചുകളിലെ സേവനമാണ് റൌഫിന് നേട്ടമായത്. ഈ ലോകകപ്പിനും വോളണ്ടിയറാകാൻ ഫിഫയുടെ ക്ഷണമുണ്ടായിരുന്നു. യാത്രാ ചെലവ് സ്വന്തം വഹിക്കേണ്ടതിനാൽ ആഗ്രഹം ഉപേക്ഷിച്ചു. കഴിഞ്ഞ 20 വർഷമായി ഖത്തറിൽ ഹെവി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് അബ്ദുൾ റൌഫ്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.